ഇന്ന് നമുക്ക് ഒരു ടസർ ഫീൽഡിൽ വന്നിരിക്കുന്ന ഒരു സെമി സിൽക്ക് സാരിയാണ്. നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരു ടസറിൽ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് വന്നിരിക്കുന്ന സാരിയുടെ അതേ ലുക്കിൽ നിൽക്കുന്ന സാരി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2680 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ് ഇതെല്ലാം. അപ്പോൾ ഇതിനകത്ത് ബോർഡറിൽ നല്ല എംബ്രോയിഡറി വർക്ക്, അതായത് സെൽഫ് ത്രെഡും ജസ്റ്റ് ഒരു 1 ടോൺ ഡാർക്കർ ത്രെഡും ഒക്കെ വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അതൊന്നും അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന സാരി. ഇതിനകത്ത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിൻ്റെ. 2 ബോർഡറിലും മുന്താണിയിലും വന്നിരിക്കുന്നത്. ബോർഡറിൽ 1 സൈഡ് ബോർഡർ അല്പം കൂടെ വീതിയുള്ളതും അപ്പർ സൈഡ് അല്പം കൂടെ വീതി കുറഞ്ഞതുമായിട്ടുള്ള ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത്. വീതിയുള്ള ബോർഡർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വീതിയല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും എല്ലാ ഹൈറ്റുകാർക്കും കൊടുക്കാൻ പറ്റുന്ന വീതിയിലുള്ള ബോർഡേഴ്സാണ്. അതിൻ്റെ മുന്താണി വരുമ്പോൾ മുന്താണിയിലും ഇതാണ്, ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. നല്ലൊരു പോയിൻറ്റഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഇതുണ്ടോ, ഇതേപോലെ നല്ലൊരു പോയിൻറ്റഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസാണ്. നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കാട്ടോ. ഇപ്പോൾ ഒത്തിരി കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു പാറ്റേൺ ആണ് ഇത്. എന്നിട്ട് ബോഡിയിലും അതേപോലെ തന്നെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് വരും. ഇതേപോലെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരി. ഉടുത്ത ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേപോലെയാണ്. നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ബോർഡർ കണ്ടോ, അതുവരെ ബോർഡർ വീതിയുള്ള, അത് കഴിഞ്ഞ് പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പം ചെറിയ ബോർഡറാണ്. അപ്പോൾ താഴെ മുകളിൽ മുകളിൽ വന്നിരിക്കുന്ന അതേ പാറ്റേണിൽ വന്നിരിക്കുന്ന ബോർഡറാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്, അതായത് ഈ സാരിയുടെ അതേ കളറിൽ ടാസിൽസൊക്കെ അറ്റാച്ച്ഡാണ്. സാരിയുടെ അതേ കളറിൽ വന്നിരിക്കുന്ന ബോർഡർ, ബ്ലൗസ്. അതിനകത്ത് ബ്ലൗസിൻ്റെ സ്ലീവിൽ വർക്കില്ല, പിന്നെ ബ്ലൗസിൻ്റെ സ്ലീവിൽ വർക്കില്ല കേട്ടോ. ഒരു പിസ്ത ഗ്രീൻ ടോണിലേക്ക് വന്നിരിക്കുന്ന സാരി. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ്. മെറ്റീരിയൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസ്. അടുത്തത് വരുന്നത് ഒരു ബ്രൗണിൻ്റെ ഒരു ടോൺ, ഒരു ചോക്ലേറ്റ് ബ്രൗൺ ആ ഒരു ഭയങ്കര ഡാർക്ക് കോഫി ബ്രൗൺ അല്ല കേട്ടോ, ഒരു ബ്രൗൺ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ടോൺ. അതിനകത്ത് ഇതേപോലെ സെയിം പാറ്റേൺ, എംബ്രോയിഡറി വർക്കല്ല, സെയിം പാറ്റേൺ. അടുത്തത് വരുന്നത് ജെറ്റ് ബ്ലാക്ക് ടോണിൽ ബ്ലാക്കിൽ തന്നെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന സാരി. ജെറ്റ് ബ്ലാക്ക് ടോൺ. അടുത്തത് വന്നിരിക്കുന്നത് ഒരു, അതായത് ഒരു വൈൻ മെറൂൺ ഷെയ്ഡ്, മെറൂണും വൈനും കൂടെയൊക്കെ ചേർന്ന പോലെയുള്ള ഒരു ഷെയ്ഡ്. അടുത്തത് വരുന്നത് ഒരു പിങ്ക്, നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു പിങ്കിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ഒരു ഓഫീസ് യൂസിനോ ടീച്ചേഴ്സിനോ ഒക്കെ ആണെങ്കിലും നല്ല സാരീസാട്ടോ. അടുത്തത് വരുന്നത് മെറൂണിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടസർ ഫീൽഡിൽ വന്നിരിക്കുന്ന സെമി സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.